ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഉപ്പാളം അമ്മ ഉണ്ടാക്കി കൊടുത്തു വിട്ട ചക്കവാരി. പള്ളീൻ്റെ ഉള്ളിൽ ഹോട്ടലുണ്ട്, ഫ്രൂട്ട്സ്, സാലഡ്, ഐസ്ക്രീം. നേരെ പിക്കഡല്ലി സർക്കസിലെത്തിയേക്കാണ്. ബിഗ് ബൻ കണ്ടതേ ഇവിടെ. ബിഗ് ബൻ്റെ സ്ഥലം എവിടെയാണ്? നമ്മുടെ ലണ്ടനായി വരുന്നത്. അൽഫാമിനൊക്കെ നാട്ടിലൊരു 1100 രൂപയാണ്. അപ്പുറത്തൊരാളുടെ ഫോൺ അടിച്ച് മാറ്റിയിട്ട് ഓടുന്നുണ്ടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ UK-യിലത്തെ 6th ഡേ ആണ്. ഇപ്പോൾ ഏകദേശം സമയം 11 മണിയായി. ഇന്നലെ നമ്മുടെ റോഡ് ട്രിപ്പ് കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണത്തിൽ അങ്ങ് കുറേ നേരം ഉറങ്ങി. അപ്പോൾ ഉറങ്ങിയതിന് ശേഷം ഇപ്പോൾ 11 മണിക്ക് എണീറ്റേക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ലണ്ടനിലോട്ട് പോകാനാണ്. സെൻട്രൽ പാർട്ടിലോട്ട് പോയിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുക എന്നുള്ളതാണ് ഇന്നത്തെ പ്ലാൻ. ഉറങ്ങി എണീറ്റതിൻ്റെ ക്ഷീണമാണ് മൊത്തം. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. നൂഡിൽസും കുറച്ച് സീവീഡിൻ്റെ സംഭവം, അങ്ങനെ ഫിഷ് ഐറ്റംസ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇത് കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം മൊത്തം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി ബാക്കി വിഷ്വൽസൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ചക്കവരട്ടി എടുത്തേക്കാണ്. ഇതേ നിങ്ങൾ കാണൂ ഗൈസ്, ചക്കവരട്ടി. നമ്മൾ നാട്ടിൽ പോകാൻ പറ്റാത്തതിൻ്റെ ഇതിൽ നമ്മൾ UK വന്നിട്ടാണ് ചക്കവരട്ടി കഴിക്കുന്നത്. ഉപ്പാളം അമ്മ ഉണ്ടാക്കി കൊടുത്തു വിട്ട ചക്കവരട്ടിയാണ്. സൂപ്പർ സാധനം. അപ്പോൾ നമ്മൾ ട്രെയിൻ എടുക്കാനായിട്ട് കയറിയേക്കാണ്. നമ്മൾ ഇന്നത്തെ ജേണി എന്ന് പറയുന്നത് ബിഗ് ബന്നും ടവർ ബ്രിഡ്ജൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം നമ്മൾ നോക്കും. ചൈനയിലത്തെ പോലെ ഇവിടെ സെക്യൂരിറ്റി സിസ്റ്റം ഒന്നുമില്ല. വെറുതെ കാർഡ് ടാപ്പ് ചെയ്യുക, ഉള്ളിലോട്ട് കയറുക. നമ്മൾക്കിനി ട്രെയിനിൽ കയറിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ബോണ്ട് സ്ട്രീറ്റിൽ എത്തിയേക്കാണ്. ട്യൂബിൽ നിന്ന് ഇറങ്ങി. ഇത് നമ്മുടെ കയ്യിൽ ഒരു സ്ട്രിങ് ഉണ്ട്, കണ്ടോ? ഫോണൊക്കെ ഫുൾ ടൈം സ്ട്രിങ്ങിൽ പിടിച്ചിട്ട് നടക്കണം. ചൈനയിലത്തെ പോലെ നമുക്ക് തീരെ സേഫ്റ്റി ഇല്ല. ഇവിടെ വന്നിട്ട് ഏറ്റവും നമുക്കൊരു ദുരനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ അടിച്ചുകൊണ്ട് പോകും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് സൂക്ഷിച്ചില്ല വെച്ചെങ്കിൽ എല്ലാം പോകും. അപ്പോൾ ഇവിടെ കുറേ ഫ്രണ്ട്സിൻ്റെയൊക്കെ പോയിട്ടുണ്ട്. ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും സ്ട്രിങ് ഒക്കെ യൂസ് ചെയ്യാൻ നടക്കുക. ചൈനയിലാണെന്ന് നമുക്ക് ഏത് സമയത്ത് എങ്ങനെ വേണമെങ്കിൽ നടക്കാം. ഫോൺ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഭാഗം നമ്മൾ സേഫ്റ്റി ആയിട്ട് ചെയ്യുക, അതേ പറ്റുള്ളൂ നമുക്ക്. നമ്മളിതേ ഉള്ളത് സിറ്റി ഓഫ് വെസ്റ്റ്മിൻസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു മോണുമെൻ്റ് പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്ന സ്ഥലം. അപ്പോൾ അതുകൂടെയൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കൂടുതൽ ഈ സ്ഥലത്താണ്. അല്ലാണ്ട് ഏറ്റവും കൂടുതൽ ക്രൈം തീരെ സേഫ്റ്റി അല്ല, അങ്ങനെയൊന്നുമില്ല. ക്രൈം റിപ്പോർട്ട് ചെയ്തത് ഈ സിറ്റി ഓഫ് വെസ്റ്റ്മിൻസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെയൊക്കെ ബിൽഡിങ്സ് നോക്കും, നല്ല രസമുള്ള ബിൽഡിങ്സ്. പിന്നെ താഴത്ത് കുറേ ഇങ്ങനെ പബ്ബുകളൊക്കെ ഉണ്ടാകും. ആൾക്കാർ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ബിയറൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ചില്ലായിരിക്കുന്ന സ്ഥലമാണ് മിക്ക പബ്ബുകളും ഇവിടെ ഉള്ളത്. ബോണ്ട് സ്ട്രീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ നേരെ എത്തിയേക്കുന്നത് മെക്കാത്തോ മേഫെയർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി വരുന്നത്. നമുക്ക് ഉള്ളിൽ കയറിയിട്ടുള്ള വിഷ്വൽസൊക്കെ ഇനി കാണിച്ചു തരാം. ഇവിടെ ഒരു ക്ലീൻ ചെയ്യണം, റോഡ് ക്ലീൻ ചെയ്യണ സംഭവം പോകുന്നുണ്ട്. നമ്മുടെ ചൈനയിലത്തെ പോലെ തന്നെ ഇവിടെ ചെറിയ വണ്ടിയാണ്. ചൈനയിൽ വലിയ ലോറി വെച്ചിട്ടാണ് അവർ റോഡ് മൊത്തം ക്ലീൻ ചെയ്യണത്. എവിടെയും ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ പള്ളി കയറിയിട്ട് കാണാം. നമ്മളിപ്പോൾ കയറി പോണത് ഏത് സ്ഥലത്തേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ, ഇതൊരു പള്ളിയാണ് ഫ്രണ്ട്സ്. മെർക്കാത്തോ മേഫെയർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. ഇപ്പോൾ UK-യിലത്തെ ഒരു സ്ഥലമാണ്. ഇത് കാണുമ്പോൾ എന്താ ഗൈസ്, ഒരു പള്ളിയല്ലേ. നമ്മുടെ അവിടുത്തെ പള്ളികളൊക്കെ ഇങ്ങനെ ഹോട്ടലൊന്നും ഉണ്ടാവില്ലല്ലോ പള്ളീൻ്റെ ഉള്ളിൽ ഹോട്ടലുണ്ട്, ഫ്രൂട്ട്സ്, സാലഡ്, ഐസ്ക്രീം സാധനങ്ങളൊക്കെ. പിന്നെ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു തായ്ലാൻഡ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഫാട്ടായൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു സ്പാനിഷ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ ഈ സൈഡിൽ കോക്ടെയിലും ബിയറൊക്കെ കിട്ടുന്ന വേറൊരു സ്ഥലമുണ്ട്. അങ്ങനെ മദ്യം വരെ സെർവ് ചെയ്യുന്ന ഒരു പള്ളിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ പള്ളിയുടെ അണ്ടർഗ്രൗണ്ടിലുള്ളൊരു ബാറാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഇരുന്നിങ്ങനെ വെള്ളമടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഒരു സൂഷീൻ്റെ കടയൊക്കെ കണ്ടു. സൂഷി ഓർഡർ ചെയ്യുക അവിടെ നിന്ന്. നമ്മളിങ്ങനെ പള്ളിയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പള്ളിയിൽ പ്രെയർ സംഭവങ്ങളൊന്നുമില്ല. പള്ളീനെ നേരെ ഫുള്ള് കൺവേർട്ട് ചെയ്തിട്ട് റെസ്റ്റോറൻറ്റ് ബാർ പോലെ ആക്കിയേക്കാണ്. പല റെസ്റ്റോറൻറ്റ്സും ബാർസും ഉണ്ട് ഇവിടെ. ഡ്രിങ്ക്സ് വരെ കിട്ടുന്നതാണ്, ആൽക്കഹോൾ വരെ സെർവ് ചെയ്യണതാണ്. ഇവിടെ നേരെ നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാം റെസ്റ്റോറൻറ്റ് ഒക്കെ ഇരിക്കണത്. പണ്ട് പ്രെയറാണെന്ന് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ ഫുള്ള് ആൽക്കഹോളിൻ്റെ സംഭവം. ഇത് നമ്മുടെ പള്ളിയിലത്തെ റെസ്റ്റോറൻറ്റ് ബാർ, പള്ളിയിലത്തെ മറ്റേ മാമോദീസ മുക്കുന്ന സ്ഥലമാണ്. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1902 ഈ സംഭവം ഉണ്ടാക്കിയേക്കുന്നത്. മാമോദീസ മുക്കുന്ന സ്ഥലം. ഇവിടെ ഫുൾ ആൾക്കാർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം കടയാണ്. അപ്പോൾ നമ്മളിന്ന് എന്തായാലും ഒരു ഐസ്ക്രീം കഴിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒരു ഐസ്ക്രീം മേടിക്കാം. ഐസ്ക്രീമിൻ്റെയൊക്കെ റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഐസ്ക്രീമിനും ചോക്കോ ഐസ്ക്രീമിന് വരുന്നത് 6.95 ആണ്. 1 to 2 ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് നാട്ടിൽ ഏകദേശം 700 രൂപയാണ് വരുന്നത്.
അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീം മേടിച്ചേക്കാണ്. പിസ്ത ഫ്ലേവർ ഐസ്ക്രീമാണ് മേടിച്ചേക്കുന്നത്. 4.95 pounds ആണ് അയക്കുന്നത്. ഏകദേശം ഒരു 500 rupees ഐസ്ക്രീമാണ് ഈ കാണുന്നത് ഗൈസ്. അപ്പോൾ നമ്മളിത് പള്ളീൻ്റെ ഇതിലായിട്ട് നമ്മളിരുന്ന് കഴിക്കുകയാണ് ഇവിടെ. ഇത് ഐസ്ക്രീമിൻ്റെ ബിസ്ക്കറ്റ് ആരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പനിയുടെ പേരെ കഴിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് ഓക്സ്ഫോർഡ് സർക്കസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണുള്ളത്. ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സൗന്ദര്യ വിൽക്കണ കട, അങ്ങനെ ഒരു സർക്കിളിലാണുള്ളത്. ഇത് മൈക്രോസോഫ്റ്റിൻ്റെ ഏറ്റവും വലിയ കടയാണ് ഈ കാണുന്നത്. ഇത് ഫോസ ഗെയിം, എക്സ്ബോക്സിൽ ഫോസ ഗെയിമിൻ്റെ പ്രൊമോഷനായിട്ടാണ് ആ വണ്ടിയൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ LGBTQ ഒക്കെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് എല്ലാവരും കുറേ പേര് പ്രൊമോട്ട് ചെയ്യുന്ന സംഭവമാണത്. പിന്നെ അങ്ങനെ അതെ ഇവിടെ ടാക്സി പോകുന്നു, വണ്ടികൾ പോകുന്നു, UK ടാക്സിയൊക്കെ പോകുന്നു. അപ്പോൾ നമ്മൾ UK ഇനി ബസ് എടുക്കാൻ പോവുകയാണ്. ഇത് ഓക്സ്ഫോർഡ് സർക്കസ് സ്റ്റേഷനിലാണ് നമ്മളുള്ളത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് 4:53 അല്ലെങ്കിൽ 12 ബസ് എടുത്തിട്ട് നമ്മൾ പിക്കഡലി സർക്കസ് പിന്നെ ബിഗ് ബെൻ ആ സൈഡിലോട്ടൊക്കെ പോകണം. അപ്പോൾ ഇനി ബസ് എടുത്തിട്ട് പോകാനാണ്. നമുക്ക് ഈ ബസ്സിലത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബസ് വന്നേക്കാണ്. നമുക്കിത് കാർഡ് വെച്ചിട്ട് നേരെ ഉള്ളിലോട്ട് ടാപ്പ് ചെയ്തിട്ട് കയറാം. ഓക്സ്ഫോർഡ് സർക്കസ് കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ റീജിയൻ സ്ട്രീറ്റ് കഴിഞ്ഞ് നേരെ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നതാണ് പിക്കഡലി സർക്കസ്. പിക്കഡലി സർക്കസിൽ എത്തിയിട്ടുള്ള ബാക്കി അവിടുത്തെ ആ ഒരു ഏരിയയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെയാണ് ഒരുവിധം എല്ലാ ഗ്യാതറിങ്ങും. ഇപ്പോൾ ഇന്ത്യൻ ഫെസ്റ്റിവൽ എന്തെങ്കിലും ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വന്ന് ഡാൻസ് കളിക്കണതും അങ്ങനെ കുറേ റീൽസൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് കൂടുതലും ആ പിക്കഡലി സർക്കസിലാണ്. അപ്പോൾ ഇനി നമ്മൾ അവിടുത്തെ ഒരു ഭാഗം കാണിച്ചു തരാം. അവിടെ ഒരു ഫലാഫലിൻ്റെ കടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പിക്കഡലി സർക്കസിലെത്തിയേക്കാണ്. വലിയ ബിൽ ബോർഡൊക്കെ ഉണ്ട്. ജാക്ക് ഡാനിയൽസിൻ്റെയും സാംസങ്, ഗുച്ചി അങ്ങനെ എല്ലാ സാധനത്തിൻ്റെയും വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സിഗ്നലൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ പിക്കഡലി സർക്കസ്. എല്ലാ പരിപാടികളും നടക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ UK വന്നു കഴിഞ്ഞാൽ എന്തായാലും പിക്കഡലി സർക്കസൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഇതൊക്കെ ഒന്ന് കാണണം. ഒരു ഹോട്ട് ഡോഗ് സ്പോട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റിയ ഇങ്ങനൊരു ബസ്സിൽ കയറിയിട്ട് ഏറ്റവും ഫ്രണ്ടിലത്തെ തന്നെ, അതായത് 2ാമത്തെ ഫ്ലോറിൽ ഫ്രണ്ടിലത്തെ തന്നെ സീറ്റിൽ ഇരുന്നാൽ കാണാൻ പറ്റും. ഇനി പിക്കഡലി സർക്കസിന് നമ്മൾ ഈ ഒരു വഴി പോയി കഴിഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാലാണ് ബക്കിംഗ്ഹാം പാലസ് ഒക്കെ വരുന്നത്. അവിടേക്ക് ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഇന്ന് ട്യൂസ്ഡേ ആണ്, നമ്മളൊരു വീക്ക് ഡേയ്സിലാണ് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. എന്നാലും ഇത് പിക്കഡലി സർക്കസിൻ്റെ മെയിൻ സംഭവം വരുന്നു. അവിടെ പിള്ളേരൊക്കെ ഫുട്ബോൾ കൊണ്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. കുറേ ഇന്ത്യൻസൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നോക്കിയാൽ കഴിഞ്ഞാൽ കാണാം കുറേ LGBTQ ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട്. ഹാർഡ് റോക്ക് കഫേ അവിടെയും വെച്ചിട്ടുണ്ട്. ഓ, ഈ വഴിയാണ് വെസ്റ്റ് സ്ക്വയർ, M&M, ചൈന ടൗണിലേക്കൊക്കെ ഉള്ളത്. നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് നമ്മുടെ ചേട്ടനാണ്. ചേട്ടൻ ഇവിടെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ M&M ചൈന ടൗണിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കയറി കാണണം. ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്കൊക്കെ കൊടുക്കുന്നതാണ്. വീണ്ടും അടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തിയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ എംബസീസാണ് തോന്നുന്നു. കസാഖിസ്ഥാൻ ഹൗസ് എന്ന് പറഞ്ഞ് കസാഖിസ്ഥാൻ്റെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അൽമാറ്റിയൊക്കെ ഉണ്ട്. പിന്നെ ബ്രസീൽ, പിന്നെ അവിടേക്കും കുറേ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മളിനി കനേഡിയൻ എംബസി. ഇവിടത്തേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ബിൽഡിങ്സും ആ ഒരു പഴയ മോഡൽ തന്നെയാണ് എല്ലാ ബിൽഡിങ്സും ഉള്ളത്. നമുക്ക് നോക്കിയാൽ കാണാം. പിന്നെ ചൈനയിലത്തെ പോലെ ഭയങ്കര പുതിയ പുതിയ ബിൽഡിങ്ങുകളോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ അത് വേറെ ഏതൊരു സ്ക്വയറാണ് പറഞ്ഞത്, ട്രഫാൽഗർ സ്ക്വയർ. ട്രഫാൽഗർ സെൻറ്റിൻസ് എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ട്രഫാൽഗർ സ്ക്വയറാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാണൂ ഗൈസ്. ഇതൊക്കെ നമ്മൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ഫോട്ടോസ്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അതൊരു മ്യൂസിയം ആണെന്നാണ് പറഞ്ഞത്. ചേട്ടൻ എന്തോ ഒരു സംഭവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും ഇനി സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് വിസിറ്റ് ചെയ്യാം. കാരണം നമുക്ക് ആകെ ലിമിറ്റഡ് ഡേയ്സേ ഉള്ളൂ UK. ആകെ ഒരു 10 days ട്രിപ്പിനാണ് വന്നത്. അപ്പോൾ നമുക്ക് പറ്റാവുന്ന അത്രയും നമ്മൾ കവർ ചെയ്യാം. അങ്ങനെ നമ്മളൊരു സിഗ്നലൊക്കെ കഴിഞ്ഞ് നേരെ ഇവിടെ ഒരു ലണ്ടൻ ടെലിഫോണിൻ്റെതൊക്കെ ഉണ്ട്, കടകളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ സ്ഥലം. ഇവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബിഗ് ബെന്നിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും കുറേ ഇങ്ങനെ വൈറ്റ് കളറിലുള്ള ബിൽഡിങ്സൊക്കെ നിങ്ങൾക്ക് കാണാം. ചൈനയിലത്തെ പോലെ ഇവിടെ എവിടെയും ക്യാമറയൊന്നും കാണാനില്ല. അപ്പോൾ അതാണ്
ഇതാണ് ഇവിടുത്തെ സേഫ്റ്റീൻ്റെ മെയിൻ പ്രശ്നം വരുന്നത്. ചൈന സേഫ്റ്റീൻ്റെ മുന്നിൽ നിൽക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 10 മീറ്റർ 50 മീറ്ററിലും ക്യാമറ ഉണ്ടാകും ഓരോ സ്ട്രീറ്റിലും. ഇപ്പോൾ ഇവിടെ ഒന്നും ഒരു ടവറിൻ്റെ മുകളിൽ നോക്കിയാലും ക്യാമറ കാണാനില്ല. അപ്പോൾ എന്തടിച്ച് പോയി കഴിഞ്ഞാലും പോയത് തന്നെയാണ്. ചൈനയിൽ അങ്ങനെയല്ല, എവിടെ നോക്കിയാലും നമുക്ക് ക്യാമറയാണ് കാണാൻ പറ്റുക. അപ്പോൾ സേഫ്റ്റി വൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ ചൈന തന്നെയാണ് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം. ഇവിടെ അത്ര സേഫ് അല്ല എന്തിനാണെങ്കിലും. നമ്മുടെ ഒരു സാധനം അടിച്ചു പോയി കഴിഞ്ഞാൽ പോയത് തന്നെയാണ്. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയേക്കാണ്. നമ്മുടെ ബിഗ് ബെന്നിലേക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ കയറിയ ബസ് പോകുന്നു. ഇവിടെയൊക്കെ ഓരോ ബിൽഡിങ്സ് ഉണ്ട്, നല്ല ഭംഗിയുള്ള ബിൽഡിങ്സ്. അടുത്ത ബസ് വരുന്നുണ്ട്. ഇവിടെയും ചൈനയിലത്തെ പോലെ തന്നെ ഫ്രണ്ടിൽ കയറുക, അതായത് കാർഡ് ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ചൈനയിൽ വീചാറ്റ് QR കോഡ് ടാപ്പ് ചെയ്യലായിരുന്നു. അപ്പോൾ കാർഡ് ടാപ്പ് ചെയ്യുക, ഫ്രണ്ടിൽ കൂടെ കയറുക, ഈ സൈഡിൽ കൂടെ ഇറങ്ങുക. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി. നമ്മൾ ലണ്ടനിൽ ഏറ്റവും പ്രതീക്ഷിച്ചിരുന്ന സ്ഥലം നമ്മുടെ അടുത്ത് എത്താൻ പോവുകയാണ്. നമ്മൾ സ്വപ്നം കണ്ട സ്ഥലം ബിഗ് ബെൻ ടവർ എത്തി. ഇതാണ്. ഇത് നമുക്ക് ഇവിടെ നിന്ന് 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ബിഗ് ബെൻ കണ്ട്. ഇവിടെ ബിഗ് ബെൻ്റെ സ്ഥലം എവിടെയാണ്? നമ്മുടെ ലണ്ടനായി വരുന്നത്. ലണ്ടനായി. ഇത് bigbus.com-ൻ്റെ ടൂർ പോണ ബസ്സാണ്. അപ്പോൾ ഇതിന് 20 പൗണ്ട് 25 പൗണ്ടൊക്കെ മേടിക്കും. അടുത്തത് 2500 രൂപയൊക്കെ മേടിക്കും. അപ്പോൾ അതിലിങ്ങനെ ഫുള്ള് സിറ്റി ടൂർ കാണിക്കും. അതിലും വേറെ നിങ്ങൾ ലോക്കൽ ബസ് എടുക്കുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ലോക്കൽ ബസ്സിന് ആകെ 2 പൗണ്ടൊക്കെ വരുള്ളൂ. ഇതാണ് അപ്പോൾ നമ്മുടെ പാർലമെൻറ്റൊക്കെ വരുന്നത്. അങ്ങനെ നമ്മൾ UK പാർലമെൻറ്റിലെത്തി. ഇതേ ബിഗ് ബെൻ കണ്ടു. പിന്നെ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ടു, ലണ്ടൻ കണ്ടു. പിന്നെ ഇത് നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജാണ് വരുന്നത്. ഇനി അപ്പുറത്ത് ടവർ ബ്രിഡ്ജാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഫേമസ് ബ്രിഡ്ജ്. അങ്ങനെ നമ്മൾ ലണ്ടൻ പിന്നെ ബിഗ് ബെനൊക്കെ കണ്ടിട്ട് ഇപ്പോൾ മെട്രോയിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ട്യൂബാണ് ഇവിടെ പറയുന്നത്. ട്യൂബിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്യൂബിൽ നമുക്ക് വാഷ്റൂം പോകാൻ തോന്നി. ഇവിടെ പബ്ലിക് ടോയ്ലറ്റ് ഒന്നും പുറത്തില്ല. ചൈനയെ പോലത്തെ ഓരോ 200 മീറ്ററിലൊന്നും പബ്ലിക് ടോയ്ലറ്റ് ഒന്നും ഇല്ല ഇവിടെ. ട്യൂബിൽ വന്നപ്പോൾ എന്താ, ടോയ്ലറ്റ് അടച്ചിട്ടേക്കും, ലോക്ക് ചെയ്തിട്ടേക്കും, ഒന്നുമില്ല. നമ്മൾ നമ്മൾ ഓയിസ്റ്റർ കാർഡ് ഇവിടെ നിന്നാണ് റീചാർജ് ചെയ്യുക. ബസ്സിനും ട്രെയിനിനൊക്കെ വേണ്ടിയിട്ട് കാർഡ് റീചാർജ് ചെയ്യുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ ഓൺലൈനിൽ നമുക്ക് റീചാർജ് ചെയ്യാം. ഇതാണ് നമ്മുടെ കാർഡ് വരുന്നത്. അപ്പോൾ നമുക്ക് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇത് കൂടെ ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് കയറുക. വേറെ കോണ്ടാക്ട്ലെസ് കാർഡ് വെച്ചിട്ടും ചെയ്യാം. പിന്നെ ഇവിടെ വേറെ ഒരു സംഭവം വരുന്നത് സെക്യൂരിറ്റി ചെക്കിംഗ് ഒന്നും വേറെ വരുന്നില്ല. ഇതാണ് ലണ്ടൻ ട്യൂബ് വരുന്നത്, മെട്രോ വരുന്നത്. പഴയ കാലത്തെ മെട്രോ, അത് പിന്നെയും പുതിയതാണ്. AC ഇല്ലാത്ത മെട്രോ വരുന്നുണ്ട്. AC ഇല്ലാത്ത പണ്ട് കാലത്തെ ട്യൂബും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ട്യൂബ് സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ പോണ ട്രെയിനിന് ഏകദേശം ഒരു 3 മിനിറ്റ് എന്താ വെയിറ്റിംഗ് ഉണ്ട്. അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് 3 മിനിറ്റ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മളിത് ട്രാക്കിൻ്റെ അടുത്താണ്, പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. ഒരു സേഫ്റ്റിയും ഇല്ല ഇവിടെ. കാരണം ഇതാണ് ട്രാക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ചൈനയെ വെച്ച് കമ്പയർ ചെയ്യുകയാണ് വെച്ചെങ്കിൽ ഇപ്പോൾ കുറേ ജോബ് കൊടുത്തിട്ടുണ്ട് ചൈനയിൽ. ഇങ്ങനത്തെ മെട്രോ സ്റ്റേഷനിലേക്കും ഇതിനൊക്കെ ആയിട്ട് കുറേ ജോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഓരോ മെട്രോൻ്റെ സ്ഥലത്തും അത്രയും സ്റ്റാഫ്സ് ഇവിടെ നിൽക്കുന്നുണ്ടാവും. പിന്നെ ഇത് ഫുള്ള് ക്ലോസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഇവിടെ അതൊന്നുമില്ല, ഓപ്പണായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു സേഫ്റ്റീൻ്റെ കാര്യത്തിൽ കുറച്ച് കുറവാണ്. പക്ഷേ ഇവിടെ എമർജൻസി എക്സിറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. ഇപ്പോൾ ഹെൽപ്പ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എമർജൻസി ആയിട്ട് ആൾക്കാരെ വിളിക്കാനും സംഭവത്തിനൊക്കെ അങ്ങനെ ബട്ടൺസ് ഇതൊക്കെ ഉണ്ട്. പക്ഷേ പെട്ടെന്നൊരു ഇതിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ഇല്ല. ഓരോ സ്റ്റേഷനും 100 വർഷം പഴക്കമുള്ള സ്റ്റേഷനൊക്കെയാണ്. അത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കാണ് ഇവർ വരുന്നത്. അപ്പോൾ അതാണ് കുറേ ഒന്നും ഇങ്ങനെ സെക്യൂരിറ്റി അതായത് ചില ടോട്ടനാം പറഞ്ഞ സ്റ്റേഷനിലൊക്കെ നമുക്ക് ഈ ബാരിക്കേഡ് വരുന്നുണ്ട്. ബാക്കി ഈ സ്ഥലത്തൊന്നും ബാരിക്കേഡ് വരുന്നില്ല. അപ്പോൾ സേഫ്റ്റീൻ്റെ കാര്യത്തിൽ ഇതേ റെയിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, പഴയ തരത്തിലുള്ള റെയിൽ തന്നെയാണ് വരുന്നത് മൊത്തം. അത്രയും വർഷത്തെ സംഭവം ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ മെട്രോ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഈസ്റ്റ് ഹാമിലോട്ടാണ് വന്നേക്കുന്നത്. ഈസ്റ്റ് ഹാമിൽ നവരുചി എന്ന് പറഞ്ഞ ഒരു കേരള റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നേക്കുന്നത്. ഉള്ളിൽ കയറുമ്പോൾ തന്നെ ആർട്ട് ഓഫ് കേരള എന്ന് പറഞ്ഞ കഥകളിയുടെയൊക്കെ ഫോട്ടോ കൊടുത്ത് നല്ലൊരു ആംബിയൻസ്, ഒരു നാട്ടിലത്തെ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിലിട്ട വാങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ട്, പഴംപൊരി ഉണ്ട്, ചായ അടിക്കുന്ന സംഭവം. അങ്ങനെ ഒരു തനി നാടൻ സ്റ്റൈലിൽ തന്നെയാണ്, കേരള സ്റ്റൈലിലാണ് റെസ്റ്റോറൻറ്റ് കൊടുത്തേക്കുന്നത്. ഫിഷ് പൊള്ളിച്ചുണ്ട്, പിന്നെ ഫിഷ് നിർവാന, പിന്നെ ബീഫ് പാൽക്കപ്പ, പിന്നെ മിൽക്ക്
വന്നേക്ക് ഉപ്പിലിട്ടത് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഉപ്പിലിട്ടത് 12 പിന്നെ ഫിഷ് ഫ്രൈ, മീൻ മുളകിട്ടത്, ജീരക ചോള, എല്ലാ സാധനവും നാടാണ്. അറബിക്കട, അൽഫാം മന്തി ഗൈസ്, അൽഫാം മന്തി, ഇല്ലിക്കെട്ട് മന്തി, ചട്ടിച്ചോറ്, നാടൻ ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ട്. ഇപ്പോൾ ചൈനയിൽ കിട്ടാത്ത ഏറ്റവും വലിയൊരു സാധനം, ചൈനയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത സാധനം കേരള ഫുഡ്. കേരള ഫുഡ് കിട്ടിയേക്കാണ് ഫ്രണ്ട്സ്. നമ്മുടെ ഫുഡ് വന്നേക്കാണ് കുറേ കാലത്തിന് ശേഷം, 1 വർഷത്തിന് ശേഷം നമ്മൾ കേരള ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമുക്ക് പഴംപൊരി ഉണ്ട്. അപ്പോൾ പഴംപൊരി ബീഫ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴംപൊരിയിൽ ഒരു ചെറിയ പീസ്, പിന്നെ ബീഫ് കറി, ബീഫ് പീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പഴംപൊരി ബീഫും കഴിച്ചോക്കാം. ചൈനയിലേ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ലിങ്ക വന്നിട്ടാണ് നമ്മൾ കേരള ഫുഡ് ചെയ്യുന്നത്. സൂപ്പർ, നാട്ടിൽ പോയ ഓർമ്മ. ഇത് ജല്ലിക്കെട്ട് ചിക്കൻ മന്തിയാണ് വരുന്നത്. ഇത് പിന്നെ നമ്മുടെ നാട്ടിൽ അൽഫാം മന്തി ഉണ്ട്. പിന്നെ നമ്മുടെ സർബത്തുണ്ട്, നന്നായി സർബത്ത്, മയോണൈസ് ഉണ്ട്. പിന്നെ വേറെന്തോ ചില്ലി നാട്ടിൽ തരണം. അപ്പോൾ നമുക്ക് കുറച്ച് മന്തി കഴിച്ചു പോകാം. മന്തി കുറച്ച് മയോണൈസ് ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് നമ്മുടെ ചട്നിയും സാലഡൊക്കെ ഉണ്ട്. നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. കുറേ കാലത്തിന് ശേഷം കൈ കൊണ്ടും കഴിക്കണം കഴിച്ച്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഫുഡൊക്കെ നമ്മളെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സൂപ്പർ സാധനം, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. UK വന്നിട്ട് നാട്ടിലത്തെ ഫുഡ് കഴിച്ചപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. അവിടെ നിന്ന് അങ്ങനെ അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു ചെറിയൊരു കടയുടെ ഒരു പോർഷൻ വീഡിയോ എടുത്തപ്പോഴേക്കും അപ്പുറത്തെ ഒരാളുടെ ഫോൺ അടിച്ച് മാറ്റിയിട്ട് ഓടുന്നുണ്ടായിരുന്നു ആൾക്കാർ. അത് കാരണം നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. UK തീരെ സേഫ് അല്ല ഫ്രണ്ട്സ്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഈ സ്ട്രിങ്ങും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി സേഫാണ്. എന്നാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ സ്റ്റാബിങ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. ഗണ്ണ് ഇവിടെ ഇതായതുകൊണ്ട് സ്റ്റാബിങ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ ബില്ലായിരിക്കണത്. ഫുഡിൻ്റെ ബില്ല് ഏകദേശം 60 പൗണ്ട് ആയിട്ടുണ്ട്. 60 പൗണ്ട് എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ 6000 റുപ്പീസിൻ്റെ അടുപ്പിച്ചായി. ഇതാണ് UKയിലത്തെ എക്സ്പെൻസ് വരുന്നത് എന്നെല്ലാവരും അറിയണം ഫ്രണ്ട്സ്. അൽഫാമിനൊക്കെ നാട്ടിലത്തെ 1100 രൂപയാണ് ഒരു ക്വാർട്ടർ പീസ് അൽഫാമും ഇതും വരുന്നത്. പിന്നെ നമ്മുടെ പഴംപൊരി വിത്ത് ബീഫ് 600 രൂപ. അങ്ങനെയാണ് എക്സ്പെൻസ് വരുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് എലിസബത്ത് ലൈനിലാണ്. ഇതൊരു പുതിയ ലൈനാണ് വരുന്നത്. ഇവിടെ നോക്കൂ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ കണ്ടത്ത പോലത്തെ അല്ല. ഇവിടെ ഫുള്ള് സെക്യൂരിറ്റിയിൽ തന്നെ സംഭവമുണ്ട്. മറ്റേ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള ഇതാണ്. നമുക്ക് ട്രാക്കിലോട്ട് കിടക്കാൻ പറ്റില്ല, അങ്ങനെ സെക്യൂരിറ്റി ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ഫുഡ് പാഴ്സൽ മേടിച്ചിട്ടുണ്ട്. ഇത് ഫിഷ് പൊള്ളിച്ചതാണ്, പിന്നെ കപ്പയുണ്ട്, ബീഫുണ്ട്. ഇതൊക്കെയാണ് ഇനി വേറെ ഫുഡ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ബിഗ് ബൻ കണ്ടു, പിന്നെ നമ്മുടെ ലണ്ടൻ ഐ കണ്ടു, പിന്നെ കുറച്ച് കേരള ഫുഡും കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം മൊത്തം കഴിഞ്ഞേക്കാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.